നിങ്ങളാണോ ബോഡി കണ്ടത്? ആ സാറേ, ഞാനാ ബോഡി കണ്ടത്. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാട്ടാ. ഇവിടെ നിൽക്ക്. ആ ആ പത്തേട്ട്. ഇവിടെ ഈ പ്രദേശത്ത് ആൾ താമസമൊന്നുമില്ലേ? ഇല്ല സാറേ, ഇവിടെ അങ്ങനെ ആരും ഇങ്ങനെ വരാറൊന്നുമില്ല. ഇതൊരാൾ താമസമില്ലാത്തൊരു ഏരിയയാണ്. ब्रह्मदर्पहरं देवं विष्णुमाया नमाम्यहं महिषारूढं दण्डपाणिं मोहनकारवं എവിടേക്കാ? ഒരു ചായ കുടിക്കാൻ. കൃഷ്ണ, മോള് എഴുന്നേറ്റില്ല. ആ, ഇനിയിപ്പോ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിന്നെ കൊണ്ട് തന്നെ പറ്റുമോ കൃഷ്ണ? അതെന്തുണ്ണേട്ടാ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ലടാ, അവളൊരു പെൺകുട്ടിയല്ലേ. അപ്പൊ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു പെണ്ണ് വന്നാൽ. ഉണ്ണേട്ടൻ എൻ്റെ ഉദ്ദേശിച്ചേ ഞാൻ വേറെ പെണ്ണേട്ടെന്നാണോ? ഒരുപാട് ഓർമ്മകൾ തന്നിട്ട് ഉണ്ണേട്ടാ അവളെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത്. അതൊക്കെ മറന്നിട്ട് വേറൊരു കല്യാണം. ഞാനിപ്പോൾ വേറൊരു പെണ്ണ് കിട്ടിയ ആ വരുന്ന പെൺകുട്ടി എൻ്റെ മോളെ നോക്കുന്നു. എന്താ ഉറപ്പ്? ഇപ്പം എനിക്ക് അവളുണ്ട്, അവൾക്ക് ഞാനും. അത് മതി. നീ എന്നോട് ക്ഷമിക്കടാ, നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ, മോൾക്ക് കഴിക്കാൻ ഇഡ്ഡലി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, പോകുമ്പോ കൊണ്ടുപോയിക്കോട്ടാ. എല്ലാം ശരിയാവൂടാ, നീ വേഗം ചെല്ലാൻ നോക്ക്. മോളെ എണീറ്റിട്ടുണ്ടാവും. അച്ഛൻ്റെ മോളിന്ന് നേരത്തെ എണീറ്റാ? വാ. കോപ്രോ കോക്കനട്ട് ഓയിൽ വീട്ടിലെത്തിക്കൂ. രുചിയും ആരോഗ്യം താനേ എത്തും. പരിശുദ്ധിയിൽ സമാനതകളില്ല. കോപ്രോ കോക്കനട്ട് ഓയിൽ ഒരു വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് ഉൽപ്പന്നം.
അച്ഛാ പോവാം. പോവാം. വാ. അമ്മ എന്താ വരാത്തേ? അമ്മ വരും. മോള് വാ. പോവാ. അതെ, അച്ഛൻ്റെ മോൾക്ക് ചെറുതായിട്ട് വയ്യാത്ത പോലെയുണ്ട്. അപ്പം ഇന്നധികം വെയിലത്തൊന്നും ഓടിക്കളിക്കണ്ട കേട്ടോ. അന്നേ ടാറ്റാ. ടാറ്റാ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, എഴുന്നേൽക്കാൻ നോക്ക്. നേരെ എത്രയെന്ന് അറിയൂ? ഒരു 5 മിനിറ്റ് കൂടി പ്ലീസ്. തമാശ കളിക്കാൻ നിൽക്കല്ല കൃഷ്ണേട്ടാ, എഴുന്നേൽക്കാൻ നോക്ക്. കൃഷ്ണേട്ട മോൾക്ക് സ്കൂളിൽ പോവാറായിട്ടാ, എഴുന്നേൽക്ക്. നീ അവിടെ എന്ത് നോക്കിക്ക? കുളിക്കാൻ വാ. ഒരച്ഛനും മോളും. ഈ വീട് പണി കഴിഞ്ഞ് കയറിയ പിന്നെ ആ തറവാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എത്ര നാളായി അങ്ങോട്ടൊന്ന് പോയിട്ട്? ഒന്ന് പോയി വിളക്ക് വെച്ച അത്ര നല്ല കാര്യമെന്നറിയോ? ജന്മുണ്ടെങ്കിൽ പൂവില്ലേ, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛാ, എന്താ? ഒരു ടച്ച് ഫോൺ വാങ്ങിക്കോ. ടച്ച് ഫോണാ? അതെന്തിനാ നിനക്കിപ്പോൾ ടച്ച് ഫോൺ? അതിൽ ഗെയിമുണ്ട്, ഫോട്ടോ എടുക്കാം, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. നിനക്ക് ആരതൊക്കെയും പറഞ്ഞേ? അത് ഇന്നലെ രശ്മി വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഫോണിൽ ഓരോന്ന് കണ്ടിട്ട് പീ കിടന്ന് പറയുന്നേ. പഠിക്കാനുള്ള സമയത്ത് പഠിക്കാണ്ട് അവള് വരുന്നു. പഠിക്കണേ. അവളൊരു ടച്ച് ഫോൺ. ചേട്ടൻ നിന്റെ മോളോട് ദേഷ്യപ്പെട്ടെ? എന്താ? മോള് പറഞ്ഞതിലും കാര്യണ്ട്. എന്നിട്ട് ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഒരു ടച്ച് ഫോൺ. കഴിഞ്ഞ ആഴ്ച മോളുടെ സ്കൂളിൽ മീറ്റിങ്ങിന് ചെന്നപ്പോൾ ടീച്ചർ ചോദിച്ചു, നിങ്ങളുടെ ഫോൺ നമ്പർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു. ഞാൻ എന്ത് പറയാനാ? എനിക്ക് വല്ല കാര്യണ്ടേ? മോളുടെ സ്കൂളിലെ മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ചർച്ച ചെയ്യണേ. നമുക്കും വാങ്ങിക്കൊരെണ്ണം. പിന്നെ കുറച്ചു നേരം ഗെയിം കളിച്ചു വെച്ചിട്ട് അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ലേ. പെട്ടുസ്റ്റ എന്താ 2 ആഴ്ച കഴിഞ്ഞ കല്യാണ? ഡാ കൃഷ്ണ, ഡാ കൃഷ്ണ. ആ നീ ഇത് എവിടേക്ക് ഈ നേരത്ത്? ടൗണിലേക്ക് ഒരു ഫോൺ വാങ്ങണം. ടച്ച് ഫോൺ. ടച്ച് ഫോണാ? എനിക്കല്ലടാ, വീട്ടിൽ വെക്കാനാ. ആ വേണേ ബൈക്കിൽ പോവാടാ, പെട്രോൾ അടിച്ചാ. വേണ്ട മോനെ പ്രിൻസേ, ഞാനേ ബസ്സിൽ വെക്കുന്നുണ്ട്. ആ ബസ് ഉണ്ടോ? ശരി കേട്ടപ്പോ. ആ കൃഷ്ണേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എവിടെ നിങ്ങളിപ്പോ കാണാറില്ലല്ലോ? ഇവിടേക്ക് ഉണ്ടടാ. പിന്നെ എന്തൊക്കെയുണ്ട്? എനിക്കൊരു ഫോൺ വേണം. ടച്ച് ഫോൺ. ടച്ച് ഫോൺ കൃഷ്ണേട്ടാ എത്ര രൂപ റേഞ്ചിൽ ഉദ്ദേശിക്കണേ? ഒരു 17,000 ആവില്ല? 17,000 രൂപ റേഞ്ചിലല്ലേ? ഇതൊരു 9,000 രൂപ റേഞ്ചൊക്കെ വരും. നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ഒരു 8,000 രൂപയ്ക്കൊക്കെ ചെയ്ത് തരാം. കുഴപ്പമില്ല, നല്ല ഫോണാണ്. ആ കുഴപ്പമില്ല. പിന്നെ ഇല്ലേ വാട്സപ്പും ഫേസ്ബുക്കും 1-2 ഗെയിമൊക്കെ ചെയ്യണം. അതിനിതിൽ ഗൂഗിൾ അക്കൗണ്ടും പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കണം. അത് എങ്ങനെയാ വെച്ചാൽ കുറച്ച് ടൈമാവും. പ്രശ്നമില്ലല്ലോ. കൃഷ്ണയുടെ ആ ഫോണിലെ സിം ഒന്ന് തരൂ. അത് വേണ്ട, ഇതിലേ വേറെ സിം ഇട്ടാൽ മതി. ഇത് വീട്ടിൽ വെക്കാനുള്ള ഫോണാ.
കൃഷ്ണേട്ടാ ആധാർ കാർഡ് വേണമെന്നുണ്ടോ? ആ അതുകൊണ്ട് എടുത്തോ. ആ അതെ കൃഷ്ണേട്ടാ, ഫേസ്ബുക്കിലില്ലേ കൃഷ്ണേട്ടൻ്റെ ആ ചെറിയ ഫോണിലെ നമ്പർ കൊടുക്കാം. ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഐഡി നോക്കി ആരെങ്കിലും കൃഷ്ണേട്ടനെ വിളിക്കുകയാണെങ്കിൽ തന്നെ കൃഷ്ണേട്ടൻ്റെ ഈ ഫോണിലേക്ക് വരുള്ളൂ കോള്. വലിയ ഫോൺ വീട്ടിൽ വെക്കാനുള്ളതല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ? അത് ഫേസ്ബുക്ക് അക്കൗണ്ടിന് ഒരു പാസ്വേഡ് വേണം. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. നീ എങ്ങനെയാ ചെയ്താൽ മതി. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഡീറ്റെയിൽ കൃഷ്ണേൻ്റെ തരാം. കൃഷ്ണേട്ട സൂക്ഷിച്ച് വെച്ചാൽ മതി. ആ അത് മതി. കൃഷ്ണേട്ടാ, ഈ പേപ്പറിൽ സൂക്ഷിച്ച് വെക്കണം. വേറെ ആർക്കും കാണിച്ചു കൊടുക്കരുത്. കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ്. പൈസ കൊടുത്തില്ല? കൊടുത്തു. അപ്പൊ ശരി. ഓക്കെ ശരിട്ടാ. അവനെ ശരിട്ടാ. എത്രയാടാ? 50 രൂപ. അപ്പോൾ കേട്ടാ. എന്നടി ഇനി ഇതില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട. ഇതിന് എത്ര ഏട്ടാ? 7000 രൂപ. എന്താ സാറേ? നീയാണോ കൃഷ്ണൻ? ആ. നീ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ പറയാം. എന്താട്ടാ? സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലണമെന്ന്. ഞാൻ ഷർട്ട് എടുക്ക്. നിനക്ക് എത്ര ഫോണുണ്ട്? 2 എണ്ണം. അതെടുത്തോ. അടുത്ത വാ നടക്ക്. കേറാ ഉള്ളി കേറാ. കേറ്. കാരണം എൻ്റെ പെങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി ഞാൻ തരൂട്ടാ. നീ ഇപ്പൊ തൽക്കാലം ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കെ. എൻ്റെ ഉള്ളിപ്പ കരയുന്നുണ്ടെങ്കിൽ അതുപോലെ നീ കരയും, അല്ലറി കരയും, ഞാൻ കരയിപ്പിക്കും. സാറേ, ഈ ശിവനാരാണെന്ന് സാറിനറിയാലോ. പണിയൊന്നു പറഞ്ഞ ഞാൻ പണിയും. വെറും 500 രൂപയ്ക്ക് കൊല്ലാനും ചാവാനും നടക്കണവനാണ് ഈ ശിവൻ. ആ എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാറേ പോടാ 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 വാടാ. ആ സാറേ, ആ പ്രതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്താ നിന്റെ പേര്? കൃഷ്ണൻ. എന്താ നിനക്ക് പണി? കൊത്തുപണി. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടാ? ആ, ഒരു മോളുണ്ട്.
പിന്നെ എന്ത് കഴപ്പ് തീർക്കാനാടാ മറ്റുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് പോയി ചാറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ നിന്നത്? ഇല്ല സാറേ, ഞാൻ ചെയ്തിട്ടില്ലേ. പൊന്നെന്നായിന്റെ മോനെ നോണ പറഞ്ഞു കഴിഞ്ഞാലേ ഇട്ടിച്ച നിന്റെ കൂമ്പ് കലക്കാല കേട്ടോ. നീ ഇവിടെ നിക്കടാ, നിനക്കുള്ള പണി ഞാൻ വന്നിട്ട് തരാട്ടാ. സാർ, ശ്രുതിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുണ്ട്. ആ വിളിക്കുക. ഇങ്ങോട്ട് പാടാ. എന്താടാ നിന്റെ പേര്? കൃഷ്ണൻ. കൃഷ്ണൻ. ഈ പെൺകുട്ടി അറിയോ? ആ അറിയാം. എങ്ങനെ അറിയാം? 2 ദിവസം മുമ്പ് ഈ കുട്ടി ഹലോ, ആരാ? ഹലോ കൃഷ്ണേട്ടാ, ഇത് ഞാനാ, ശ്രുതി. ശ്രുതി? എനിക്ക് മനസ്സിലായില്ല. കൃഷ്ണേട്ടാ, ശ്രുതി. ശ്രുതി? എനിക്ക് ആരാന്ന് മനസ്സിലായില്ല കേട്ടാ. നമ്പർ തെറ്റിയാണോ? എന്താ കൃഷ്ണേട്ടാ ഒരു പരിചയമില്ലാത്ത പോലെ സംസാരിക്കണേ? എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാണോ? മോൾക്ക് ആള് മാറിയതാവും. ഗതികേടുണ്ട കൃഷ്ണേട്ടാ, വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിക്കണേ. അതിനിങ്ങനെ എന്നോട് സംസാരിക്കണം? ശ്രുതി എന്ന പേരിൽ എനിക്ക് ആരും പരിചയമില്ല, അതുകൊണ്ടാ. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കിപ്പോൾ തന്നെ കൃഷ്ണനെ നേരിട്ട് കാണണം, കണ്ടേ പറ്റൂ. എന്താ? ഒന്നുമില്ലടാ, ബീച്ച് വരെ ഒന്ന് പോകണം. ഇപ്പോഴാ? ശ്രുതി എന്ന് പറഞ്ഞൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പരിചയമുള്ള പോലെ സംസാരിക്കണ. എനിക്ക് ആരാന്ന് മനസ്സിലായില്ലേ. എന്താ വല്ല പ്രശ്നം? അറിയില്ല, നീ വണ്ടി എടുത്താ. അവൾ ഇവിടെ തന്നെയാണോ വരാന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ വരണ? ഏയ് വേണ്ട. ശ്രുതി, എന്താണ്? എന്താ പ്രശ്നം? കളിയാക്കണോ കൃഷ്ണേട്ടാ, അതോ വെറുതെ പറ്റിക്കുകയാണോ? ഞാൻ എന്തിനു മോളെ പറ്റിക്കണം? എനിക്ക് മോളെ ആരാന്ന് പോലും അറിയില്ല. മനഃപൂർവ്വം ഒഴിവാക്കാല്ലേ? എന്തിനാ കൃഷ്ണേട്ട ഇങ്ങനെ ഒരു നാടകം? ഒരു ജീവിതം തരാമെന്ന് പറഞ്ഞ് എന്തിനാ എന്നെ വെറുതെ മോഹിപ്പിച്ചത്? എന്താ കുട്ടി ഈ ഞാനോ? എനിക്കൊരു ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഈ ഞാൻ മോളെ എന്ത് പറഞ്ഞ് മോഹിപ്പിച്ചു എന്നാ പറയണേ? മോളെ ഞാൻ കണ്ടിട്ട് പോലില്ല. അത് ശരിയാ, കൃഷ്ണേട്ട ഇതുവരെ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇത്ര നാളെന്നോട് ചാറ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രം പറയരുത്. ചാറ്റിങ്? ഈ ഞാനാ? മോളെ ആരോ പറ്റിച്ചതാണ്, അല്ലെങ്കിൽ മോൾക്ക് ആള് മാറി. ഈ ഒരു പഴയ ഫോൺ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം ഇതോ? ഇതൊന്നും ഞാൻ ചെയ്തിട്ടുള്ളതല്ല. കുഴപ്പമില്ല കൃഷ്ണേട്ടാ, കുഴപ്പമില്ല. തെറ്റുപറ്റിയത് എനിക്കാണ്. എന്താ ഏതാണെന്നും ചിന്തിക്കാതെ വെറും ഒരു ചാറ്റിങ്ങിൻ്റെ പുറത്ത് സ്നേഹിക്കാനിറങ്ങി പുറപ്പെട്ടില്ലേ? വിട്ടി. അല്ലാതെ എന്താ പറയാലേ? കൃഷ്ണേട്ടനോട് ഇതുവരെ പറയാതെ ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയണം. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ മരിച്ചു. അച്ഛൻ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് കാശൊക്കെ കടം മേടിച്ചിട്ടുണ്ട്. 3 മാസം മുമ്പ് അച്ഛൻ മരിച്ചു. കാശ് കടം കൊടുത്തവരൊക്കെ വീട്ടിലേക്ക് ചോദിച്ചു വരാൻ തുടങ്ങി. പിന്നെ പലരും അത് പറഞ്ഞ് എൻ്റെ നേരെ. ആങ്ങളെ വലിയ ഗുണ്ടയാ, പക്ഷേ കാശ് ചോദിച്ചു വരുന്നവര് അവനേക്കാൾ വലിയ ഗുണ്ടകളാണെങ്കിൽ അവനെന്ത് ചെയ്യും? ഗതി കെട്ടപ്പോഴാ വീട് വിട്ടിറങ്ങിയത്. അവൻ കരുതി കാണും ഞാൻ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയിന്ന്. കൃഷ്ണന്റെ കൂടെ ഒരു ജീവിതം മോചി തന്നെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ ഹോസ്റ്റലിൽ റൂം എടുത്തിട്ട് 1.5 മാസം കഴിഞ്ഞു. ഇനി വിൽക്കാൻ എൻ്റെ കയ്യിൽ ഫോൺ മാത്രമേ ഉള്ളൂ. തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല കൃഷ്ണേട്ടാ.
തിരിച്ച് നിന്നോട് എന്താ പറയണ്ടേന്ന് അറിയില്ല ശ്രുതി. അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ചതിച്ചിട്ടില്ല. ഒഴിവാക്കാൻ കഴിയാത്തൊരു ശല്യമായിട്ട് കൃഷ്ണന്റെ മുമ്പിൽ ഞാൻ നിൽക്കില്ല. പോവാണ്. ഇനിയൊരിക്കലും കൃഷ്ണന്റെ മുമ്പിൽ ഞാൻ വരില്ല. ഏതെങ്കിലും രീതിയിൽ ഞാൻ കൃഷ്ണനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശരി, നീ പുറത്തുനിന്ന്. ഹലോ, അതെ സുധി. യെസ് സാർ. ആ തോമസിനെ വിളിച്ചേ. തോമസ് സാർ. എസ് ഐ സാർ വിളിക്കുന്നു. ആ കൃഷ്ണൻ്റെ ഇവിടെ വരുന്ന പോകണം. അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. യെസ് സാർ. ആ വാ വാ വാ. വണ്ടി എടുക്കേ, വണ്ടി എടുക്കേ, വണ്ടി എടുക്കേ. നടക്കണ സുധി. കൃഷ്ണന്റെ ഫോണിൽ മെസ്സഞ്ചറില്ലല്ലോ, പിന്നെ എങ്ങനെ ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്യണേ? ചിലപ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്താണെങ്കിലും സാറേ. കൃഷ്ണന്റെ അക്കൗണ്ട് ഇപ്പോൾ ഈ ഫോണിൽ ഓഫ്ലൈനിലാണ്. പക്ഷെ എൻ്റെ ഫോണിൽ നോക്കുമ്പോൾ കൃഷ്ണന്റെ അക്കൗണ്ട് ഓൺലൈനിലാണ്. അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ട് വേറെ ആരെങ്കിലും ഉപയോഗിക്കണ്ടാവും. സാറാ സൈബർ സെല്ലിലെ സിജോ സാറിനെ ഒന്ന് വിളിക്കി. അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ ചിലപ്പോ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ. ആ സിജു സാറല്ലേ? അതെ. ഇത് പാർലമെന്റ് സ്റ്റേഷനിൽ നിന്ന് നിതീഷാണ്. ആ പറയൂ സാറേ. ഞാനൊരു ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും വയ്ക്കാം. അത് വേറെ ഏതോ നമ്പറിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഏത് നമ്പർ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ശരി സാറേ, ഞാനൊരു 5 മിനിറ്റിലേക്കാം സാറേ. ഓക്കെ. ആ സിജോ പറയും. ആ അതെ സാറേ, ആ അക്കൗണ്ട് വേറെ നമ്പറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ അപ്പോൾ അതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഞാൻ വാട്സാപ്പ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു സിജോ. സുധീവാ, ആ ശ്യാമ എടുത്ത് വിളിച്ചോ.
ഇവരോട് 3 പേരോട് എൻ്റെ റൂമിലേക്ക് വരാം. ശരി സാർ. കൃഷ്ണൻ അറിയോ ഇവളെ? ആ, എങ്ങനെ? എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയാ. രശ്മിക്ക് എവിടുന്ന കൃഷ്ണൻ്റെ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിമും പാസ്വേഡൊക്കെ കിട്ടിയത്? അത് പറഞ്ഞോ, പറയാതെ നിർത്തിയില്ല. ഒരു ദിവസം കൃഷ്ണന്റെ വീട്ടിൽ വെച്ച് അത് കഴുകിയിട്ട് തിന്നടി. അതൊന്നും കുഴപ്പമില്ലടി. അഞ്ജു, കൃഷ്ണേട്ട എപ്പോഴാ വരിക? ചേട്ടൻ വരുമ്പോ വൈകുന്നേരം എവിടെ? പിന്നെന്തിനാ കൃഷ്ണൻ എന്ന രീതിയിൽ നീ ശ്രുതിയുമായി ചാറ്റിങ് നടത്തിയത്? ആരും മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാനും ശ്രുതിയും വളരെ ചെറുപ്പം മുതലേ കൂട്ടുകാരികളായിരുന്നു. പഠിച്ചതും വളർന്നതും എല്ലാം ഒരുമിച്ച്. കുറച്ചുനാൾ മുമ്പ് ഇവരുടെ അച്ഛൻ മരിച്ചിരുന്നു. അതിനുശേഷം അവളാകെ അസ്വസ്ഥയായിരുന്നു. അവൾ മരിക്കാൻ അല്ല, അവളൊരു ആത്മഹത്യക്ക് ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് അവളെ ഒരു പ്രണയത്തിലൂടെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടിയാണ് ഞാൻ കൃഷ്ണന്റെ അക്കൗണ്ട് യൂസ് ചെയ്തത്. എന്നിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ടാണ് രശ്മി ഓൺലൈനിൽ വന്നില്ല? പനി പിടിച്ച ആശുപത്രിയിലായിരുന്നു. ഫോൺ അമ്മയുടെ കയ്യിലായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തുണ്ടായെന്നറിയോ? നീ ചാറ്റിങ്ങിന് വരാതായപ്പോൾ ശ്രുതി കൃഷ്ണനെ നേരിട്ട് ഫോൺ വിളിച്ചു. മാത്രവുമല്ല, അവർ നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്തു. കൃഷ്ണൻ ചതിച്ചാണെന്ന് കരുതി അവൾ പോയി ആത്മഹത്യ ചെയ്തു. ശ്രുതിയുടെ മരണത്തിന് കാരണക്കാരൻ ഇവനാണെന്ന് കരുതി ഇവൻ പോയിട്ട് ഇവന്റെ ഭാര്യയെ വെട്ടിക്കൊന്നു. നിന്റെ കൂട്ടുകാരി അഞ്ജുവിനെ. മോളെ അഞ്ചു, എനിക്കിനി അയ്യോ കൃഷ്ണ, നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? ഇന്ന് കോടതിയിൽ വിധി പറഞ്ഞ ദിവസമല്ലേ? എന്നിട്ട് നീ എന്താ പോണില്ലേ? പോണം. എന്നാ എഴുന്നേറ്റ് നീ വേഗം പോവാൻ നോക്ക്.
ഡാ നീ വരുന്നുണ്ടാ? ഇല്ലടാ, ഇന്ന് ചേച്ചിയുടെ മോളെ പെണ്ണാണ്, ഒരു കൂട്ടർ വരുന്നുണ്ട്. ചെല്ലേ, നമുക്ക് വൈകിട്ട് കാണാം. കേസ് നമ്പർ SC 460/2017 രശ്മി ശിവൻ. ഒന്നാം പ്രതി രശ്മിയെ കൂട്ടുകാരിയെ നല്ല ഉദ്ദേശത്തോടെ കരുതി മാത്രം ചെയ്തതിനാലും പ്രതിയുടെ പ്രായം കണക്കിലെടുത്തും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതിനാലും ഈ കോടതി മാപ്പ് നൽകി നിരൂപാധികം വെറുതെ വിട്ടിരിക്കുന്നു. രണ്ടാം പ്രതി ശിവൻ കരുതലോടും മൃഗീയമായും കൊല നടത്തിയതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 302 വകുപ്പ് പ്രകാരം ഈ പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഹലോ, എപ്പോ എങ്ങനെ? എന്താ മക്കളെ? എവിടെ? അയ്യോ എന്റെ ഗുരുവായൂരപ്പ, മാറി നിന്ന മക്കളെ. അയ്യോ ഇന്ന് പിടിച്ചേ മോളെ. ആതിരേ അന്നത്തെ ആ ഇൻസിഡൻറ്റിന് ശേഷം കുട്ടിയുടെ തലയ്ക്കകത്ത് ബ്ലഡ് കോട്ടായിട്ടുണ്ടാവും. അതാണ് പെട്ടെന്ന് ഫിക്സ് വരാനുള്ള കാരണം. കുട്ടിക്ക് ബ്രീത്ത് സ്വയം എടുക്കാൻ പറ്റാതായി. ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു. ബട്ട് സോറി. എന്താ മോള് പോയിടാ. സാറെന്താ വരാൻ പറഞ്ഞേ? അതൊക്കെ പറയാം. ഞാനിപ്പോൾ സസ്പെൻഷനിലാണ്. പിന്നെ ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറും ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ് ഈവൻ ഇപ്പോൾ ചെയ്യുന്നു. അതിനുള്ള ആത്മാർത്ഥ നിങ്ങൾക്കും ഉണ്ടാവണം. നീ അനുഭവിച്ച യാതനകളും വേദനകളും നഷ്ടങ്ങളും ഒക്കെ എനിക്കറിയാം. ഇനി പറയാൻ പോണ കാര്യത്തിൽ എനിക്കുമുണ്ട് ഒരു കണക്ക് തീർക്കാൻ. നിങ്ങൾ കരുതുന്ന പോലെ ശ്രുതിയുടെ മരണം ഒരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ്. പ്രതി ആരെന്നറിയുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് അറിയണം. ഇവിടുത്തെ നീതിയും നിയമവും കോടതിയുമെല്ലാം എന്തിന്? ഇവിടുത്തെ നേതാക്കന്മാരെ പോലും കൈവളയിൽ കൊണ്ടു നടക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനൽ. പേര് ഭദ്രൻ. പയ്യേപ്പാട്ട് രാമഭദ്രൻ.
ഇതെല്ലാം നേരിടാനുള്ള ചങ്കൂറ്റം കൂടി ഉണ്ടായിരിക്കണം. അയാൾക്കൊരു മകനുണ്ട്, അരുൺ ഘോഷ്. ഏകദേശം അച്ഛനെ പോലെ തന്നെ. ശ്രുതി മർഡർ കേസിലെ പ്രതി അവനാണ് അരുൺ ഘോഷ്. നിയമം കയ്യിലുണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് അവരൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, പലതും ചെയ്യാൻ കഴിയും. എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഈ ഒരു വാക്ക് മതി സാറേ. സാറുമാർ കൂടി ഉണ്ടെങ്കിൽ അവന് നരകത്തിലേക്കുള്ളൊരു വാതിൽ അത് ഞങ്ങൾ തുറന്നോളാം. ആടാ നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ ഇതിന്റെ പേരിൽ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവരുത്. ഇല്ല, ഇതിന്റെ പേരിൽ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, ഉറപ്പ്. ഇനി നീ ഒരു തവണ കൂടി അവനെ വിളിക്കണം. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഹോട്ടൽ പാരഡൈസിന്റെ മുകളിൽ റൂഫ് ഗാർഡനിൽ അവൻ്റെ അടുത്ത് വരാൻ പറയണം. ഹായ്. പിന്നെന്താ പറയ്. നാളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കാണാലോ. എന്നാൽ നാളെ 10 മണിക്ക് ഹോട്ടൽ പാരഡൈസിന്റെ റൂഫ് ഗാർഡനിൽ വരാമോ? ഓക്കെ, വരാലോ. അപ്പോൾ ശരി, ബാക്കി നാളെ. ശ്രുതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിനക്കെതിരെയുള്ള തെളിവുകളാണ് ഈ ഫയൽ നിറയെ. സാറേ, അവളെ തീർത്തത് ഞാൻ തന്നെയാ. ഇതിന്റെ പേരില് എന്നെ പണിയാനെങ്ങാനും വന്ന എന്ന് പറഞ്ഞേ നിന്റെ അച്ഛൻ വാങ്ങിയ ലക്ഷങ്ങൾക്ക് ഇതുവരെ പലിശയൊന്നുമില്ല. പക്ഷേ ഈ മുതല് ഞാനങ്ങ് എടുക്കുക. അതൊക്കെ ശരിയായിരിക്കാം. ഇപ്പൊ നീ ഇവർ തരുന്നത് അങ്ങ് വാങ്ങിക്ക്. കണക്ക് തീർക്കാൻ ബാക്കിയുണ്ട്. പക്ഷേ ആദ്യം നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല അല്ലേ? അറിയണം, ഞാൻ ആരാന്ന് നീ അറിയണം. ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി നീ ഒരു പെൺകുട്ടിയുടെ ജീവനെടുത്തപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബ പണം വാരിയറിന് ഇവിടുത്തെ നിയമത്തായി നിയമമാലേക്ക് നീ കയ്യിലെടുത്തപ്പോൾ നീ അറിഞ്ഞില്ല. നിന്റെ ജീവനെടുക്കാൻ കാലിൻ്റെ വേഷണിഞ്ഞ് ഇതുപോലെ അടുത്തോട് നടക്കണ്ടെന്ന് കേട്ടാ. നിനക്കുള്ള മരണം വണ്ടി വരണ്ട. ആ